കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വല ന സ്നാനാൻ ന വിലേപനൻ ന കുസുമന്നാലം കൃതാമൂർധജ വാണ്യേക സകലം കരോതി പുരുഷം യാ സംസ്കൃതാധാര്യത്തെ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. നമസ്കാരം. പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭർതൃഹരിയുടെ നീതിസാരത്തിലെ വിദ്വൽ പദ്ധതി അതിലെ 5-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റുള്ളവരുടെ മുന്നിൽ ബഹുമാന്യനാക്കുന്നതും ആക്കാതിരിക്കുന്നതും അവൻ്റെ വാക്കാണ് എന്നാണ് കവി പറയണത്. കേയൂരാദി അലങ്കാരങ്ങൾ, നല്ല വിലപിടിച്ച രത്നമാലകളോ മുത്തുമാലകളോ എന്ന ഭൂഷയന്തി, ഇതൊക്കെ ധരിച്ചതുകൊണ്ടൊന്നും ഒരാൾ മറ്റൊരാളെ അല്ലെങ്കിൽ ഒരാളെ ബഹുമാന്യനാവുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഇനി നാൽപ്പാമരമോ മറ്റു തരത്തിലുള്ള ദിവ്യങ്ങളായിരിക്കുന്ന ഔഷധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അസലായിട്ട് കുളിക്കുക. കുളി എന്ന് പറഞ്ഞാൽ അതിലുണ്ട് കേമത്തെ, അപ്പോൾ കേമായിട്ട് ഇങ്ങനെ കുളിക്കുക സാധാരണ കുളിയല്ല കേട്ടോ. അതുപോലെ കുറിക്കൂട്ടുകൾ, പുഷ്പം, ഭംഗിയായി കെട്ടിവെച്ചിരിക്കുന്ന തലമുടി, ഇതൊന്നും ഒരാളെ ബഹുമാന്യനാക്കുന്നില്ല. ന സ്നാനാന്ന വിലേപനം, കുറിക്കൂട്ടുകളെ മുതലായിട്ടത്, കുസുമം പുഷ്പങ്ങൾ ചൂടിയത് കൊണ്ടോ, അലങ്കൃതാമൂർധജ തലയെ അലങ്കരിച്ചത് കൊണ്ടോ ഒരാൾ ബഹുമാന്യനാകുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ അയാളെ ബഹുമാനിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ്? വാണ്യേകാസമലങ്കരോതി പുരുഷം, വാക്കാണ് ഒരാളെ സദസ്സിലോ മറ്റൊരാളുടെ മുമ്പിലോ ബഹുമാന്യനാക്കുന്നത്. അതാണ് വാഗ്ഭൂഷണം ഭൂഷണം. അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ചിന്തിച്ചാൽ തന്നെ മറ്റൊരു സുഭാഷിതത്തിൽ പറയുണ്ടായി, വസ്ത്രേണ വപുഷ വാച. 5 വകാരങ്ങളിൽ വാക്ക് വളരെ പ്രധാനമാണ്. നന്നായി സംസാരിക്കുന്ന ഒരാളെ ആരും ഇഷ്ടപ്പെടും അല്ലേ? ഹനുമാൻ ആ ഒരു പ്രത്യേക ഗുണം ശ്രദ്ധിച്ചു ഹനുമാൻ. ലക്ഷ്മണ, ഇവൻ്റെ വാക്കിൽ ഒരപശബ്ദം പോലും ഇല്ല, നല്ല വൈയാകരണം ഇവൻ നിശ്ചയം. ശ്രീരാമന് ബഹുമാനം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു കാര്യം വാക്കാണ്. എല്ലാതും അതാണ് നല്ലവൻ. ഒരു കാര്യം വാക്കാണ്. എല്ലാ പ്രവൃത്തികളും നന്നായിട്ട് ചെയ്യും. വാക്കു മാത്രം നന്നല്ലെങ്കിലോ അയാളുടെ ഔദാര്യം സ്വീകരിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. അയാളുടെ വാക്ക് കേൾക്കാൻ എനിക്ക് വയ്യ, അയാളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം വേണ്ടാക്കിയാൽ നല്ലത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ എപ്പോഴും അതാണ് വാക്കിൻ്റെ ഒരു സ്വാധീനം. പ്രത്യക്ഷത്തിൽ നമുക്കതിനൊരു ഉദാഹരണം കാണാൻ പറ്റും. 2 ജീവികളാണ്, ഒന്ന് കുയിലും ഒന്ന് കഴുത. സത്യം പറയുകയാണെന്ന് വെച്ചാൽ കഴുതയെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് അല്ലേ? എത്ര ഭാരം ചുമക്കണോ, അത് ഒരു ഉപദ്രവമൊന്നും കാര്യമായിട്ട് ജനങ്ങൾക്ക് ചെയ്യണില്ല, ഉപകാരമേ ഉള്ളൂ. പക്ഷെ ദേഷ്യപ്പെട്ടാൽ നമ്മളൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് എന്താ വിളിക്കുക? കഴുതേ എന്നാ ജീവിയുടെ പേരാ വിളിക്കുക. അപ്പം അതിനെ എല്ലാവർക്കും വെറുപ്പുണ്ടാവാനുള്ള കാരണം എന്താ? ശബ്ദം. വായ തുറന്നാൽ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര തന്നെ ഉപകാരങ്ങളോ പ്രവൃത്തികളോ നല്ലതായിട്ട് ചെയ്താലും വാക്ക് നന്നായിട്ടല്ല പ്രയോഗിക്കുന്നതെങ്കിൽ അയാളുടെ അഭാവത്തിൽ കുറ്റം പറയും. പ്രത്യക്ഷത്തിൽ കുറ്റം പറയില്ലെങ്കിൽ അഭാവത്തിൽ കുറ്റം പറയും. അയാളുടെ വാക്ക് കേട്ടാണ്ടല്ലോ ഒന്നും വേണ്ടാന്ന് തോന്നുന്നു നമ്മൾ പറയില്ലേ? കുയിൽ, പ്രപഞ്ചത്തിലത്തെ ഈ പക്ഷികളെ കൂട്ടത്തിൽപ്പെട്ട കുയിലിനെ നമുക്കൊക്കെ ഇഷ്ടമാണ്. കുയിൽ വാണി, കുയിൽ മൊഴി എന്നൊക്കെ നല്ല ശബ്ദമുള്ള സ്ത്രീകളെ ഉപമിച്ച് നമ്മൾ പറയുന്നു. അതെന്താണ്? നല്ല സുഖമുള്ള രാവിലെ ആ കുയിലിൻ്റെ കളകളനാദം അങ്ങനെ കേൾക്കുമ്പോൾ ആർക്കും ഒരു അസഹ്യതയില്ല. വിശേഷിച്ചൊരു ഉപകാരമൊന്നും കുയിലിനെ കൊണ്ടില്ലെങ്കിലും കുയിലിനെ എല്ലാവർക്കും ഇഷ്ടമാവാനുള്ള കാരണം അതിൻ്റെ മധുരമായിട്ടുള്ള നാദമാണ് എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ നല്ല വാക്ക് പറഞ്ഞ് പ്രവൃത്തികളൊന്നും ചെയ്യണ്ട, നന്മ ചെയ്യണ്ട എന്ന് വിവക്ഷയില്ല കേട്ടോ. പ്രവൃത്തി നന്നാവണം, ഒപ്പം വാക്കും നന്നാവണം എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. വാക്ക് മാത്രം നന്നായിട്ട് പറഞ്ഞ് പ്രവൃത്തി നന്നല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാണ്ടിരിക്കുക,
അത്തരം വാക്കുകൾക്ക് വലിയ മൂല്യമൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതിവിടെ അർത്ഥമാക്കുന്നുമില്ല. വാക്കിൻ്റെ പ്രവൃത്തിയുടെ ഒപ്പം നമ്മുടെ വാക്കും നന്നാവണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. എത്രയോ നല്ല പ്രവൃത്തികളുടെ ഗുണം ഒരു വാക്കുകൊണ്ട് കളയാൻ പറ്റും ഇല്ലേ? അതാണ് പരമേശ്വരൻ തൻ്റെ പത്നിയായിട്ടുള്ള സതിയോട്, സതിയുടെ അച്ഛനെക്കുറിച്ച് തന്നെ പറയുണ്ടായിട്ടുണ്ട് ഒരു വാക്ക്. എന്താ അത്? സതി ആയുധങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് മരുന്ന് കൊണ്ടോ ചികിത്സ കൊണ്ടോ ഇല്ലാണ്ടാക്കാം. പക്ഷേ സ്വന്തക്കാരിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ശിലീമുഖേ നമ്മുടെ പ്രയോഗിച്ച ആയുധങ്ങളുടെ കൂർത്ത അറ്റം കൊണ്ടുണ്ടാക്കിയ മുറിവുകൾ നമുക്ക് കാലക്രമത്തിൽ ഉണങ്ങി കിട്ടും ഇല്ലേ? വേണ്ട പോലെ മരുന്നോ ഓയിൻമെൻറ്റോ ഒക്കെ പുരട്ടിയാൽ മാറിക്കിട്ടും. പക്ഷേ വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾ ഒരു കാലത്തും പോവില്ല സതി. അതുകൊണ്ട് സതിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ ഇല്ല. കാരണം അമ്മ ആ സദസ്സിൽ വെച്ച് എന്നെ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വാക്കുകളെ കൊണ്ട് മുറിവേൽപ്പിക്കരുത്, കഴിയുന്നതും നല്ല വാക്ക് പറയുക. ഒരു വാക്കുകൊണ്ട് ഒരാൾക്കൊരു സാന്ത്വനം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത്തരം വാക്കുകൾക്ക് ചിലപ്പോൾ ഒരാളെ ഒരാത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ തന്നെ കഴിഞ്ഞെന്ന് വരും. തിരിച്ചായാൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും അതേ വാക്ക് മതി. അതാണ് വാക്ക് അഗ്നി പോലെയാണ് എന്ന് പറയാൻ കാരണം. നന്നാവാനും മതി, ചീത്ത നന്നായിട്ട് വിളക്ക് കത്തുമ്പോൾ നല്ല സുഖമാണ് കാണാൻ അല്ലേ? അതേ അഗ്നി ആളിക്കത്തിയാൽ വീടിനെ സകുലം നശിപ്പിക്കാനും മതി. ഇതാണ് ഭൂഷണം. നല്ല വാക്ക് പറയാനും ഒരാളെ വേദനിപ്പിക്കാതിരിക്കാനും അധികം ശ്രമിക്കുക. നല്ല വാക്കുകൊണ്ട് ഈ ലോകത്തിൽ എന്തും നേടാം, എന്തും നശിപ്പിക്കാൻ ചീത്ത വാക്കുകൾക്ക് കഴിയുകയും ചെയ്യുമെന്നാണ് കവിയുടെ ആശയം. കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹാരാന ചന്ദ്രോജ്വല ന സ്നാനാൻ ന വിലേപനൻ ന കുസുമൻ നാലങ്കൃതാമൂർധജ വാണ്യേക സമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം ഭൂഷണം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.